അങ്ങനെ ഒടുവിൽ CPM-ന്റെ പ്രമുഖനും പാർട്ടി വിട്ട് BJP-യിലേക്കെന്ന റിപ്പോർട്ടുകൾ ചർച്ചയായിരിക്കുകയാണ്. CPM-ന്റെ ദേവികുളത്തെ മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്കെന്ന സൂചന ഇപ്പോഴത്തെ ശക്തമായിരിക്കുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് നേതൃത്വവും നിലപാട് കൃത്യമായി വ്യക്തമാക്കാതെ രാജേന്ദ്രനും രംഗത്ത് വന്നതോടെ ആ ചോദ്യങ്ങൾ അടഞ്ഞെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ പുതിയ ചർച്ചകൾ വന്നിരിക്കുകയാണ്. CPM ദേവികുളത്തെ മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്കെന്ന കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തി. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്ന നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. BJP സംസ്ഥാന നേതാക്കൾ രാജേന്ദ്രനെ കണ്ടതിന് പിന്നാലെയായിരുന്നു അഭ്യൂഹങ്ങൾ. പിന്നാലെ അനനയത്തിന് CPM നേതാക്കളുടെ ശ്രമങ്ങളുണ്ടായി. ഇതേ തുടർന്ന് LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പങ്കെടുക്കുകയും CPM-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം തികച്ചും നാടകീയമായാണ് അദ്ദേഹം ബുധനാഴ്ച ഡൽഹിയിലെത്തിയതും BJP നേതാക്കളെ കണ്ടതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിലായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് കെട്ടിച്ചമച്ച വാർത്തയാണെന്നും തന്നെ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ പാർട്ടിക്ക് സമയം ലഭിച്ചിരുന്നുവെന്നുമായിരുന്നു രാജേന്ദ്രന്റെ പ്രതികരണം. ചതിയന്മാരായ ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് അംഗത്വം പുതുക്കാൻ താല്പര്യമില്ലാത്തതെന്നുമായിരുന്നു രാജേന്ദ്രൻ പറഞ്ഞിരുന്നത്. നേരത്തെ CPM പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന് വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയിരുന്നുവെങ്കിലും പുതുക്കുന്നില്ലെന്നായിരുന്നു രാജേന്ദ്രന്റെ നിലപാട്. പാർട്ടിയിലേക്ക് തിരികെ പോയാൽ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് പ്രശ്നത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ, MM മണി MLA എന്നിവർ കഴിഞ്ഞ ദിവസം രാജേന്ദ്രനുമായി രഹസ്യ കേന്ദ്രത്തിൽ ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് LDF കൺവെൻഷനിൽ പങ്കെടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ രാജേന്ദ്രൻ ഡൽഹിയിലെത്തി BJP-യിലെ പ്രമുഖന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്.